സൺഡേ അല്ലേ, നമുക്കൊരു മഗ് കേക്ക് ഉണ്ടാക്കി നോക്കാം. ഒട്ടും കോൺഫിഡൻസോട് കൂടിയല്ല ഞാൻ ഇത് ഫസ്റ്റൊക്കെ ചെയ്തത് കേട്ടോ. ഞാൻ 2-3 തവണയൊക്കെ ട്രൈ ചെയ്തതിന് ശേഷമാണ് ഇതൊരു വീഡിയോ ആയിട്ട് പുറത്ത് വന്നത്. അപ്പോൾ എൻ്റെ ട്രയലൊക്കെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ സ്റ്റോറീസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതെന്തൊരു കിടുവാണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, അത്ര സൂപ്പറാണ്. അതിൻ്റെ ടെക്സ്ചറൊക്കെ ഭയങ്കര ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എഗ്ഗ് ഉപയോഗിച്ചിട്ടില്ല, ഓയിൽ ഉപയോഗിച്ചിട്ടില്ല, മൈദ ഉപയോഗിച്ചിട്ടില്ല. ആൻഡ് വളരെ ഹെൽത്തി ആയിട്ട് ഓട്സാണ്, ഡ്രൈ ഫ്രൂട്ട്സാണ്, ബനാനയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, നട്ട്സ് ആൻഡ് സീഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഹെൽത്തി ആണ് എന്നുള്ളതിന് 100% ഷുവറാണ്. ചോക്ലേറ്റ് പൗഡർ ഉപയോഗിച്ചിട്ടുണ്ട്, കൊക്കോ പൗഡർ. ചോക്ലേറ്റ് പൗഡർ എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവുള്ളൂ, കൊക്കോ പൗഡർ എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ ചോക്ലേറ്റ് പൗഡർ എന്ന് പറയുന്നത് കേട്ടോ. ഷുഗർ ഫ്രീ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, എല്ലാം ഷുഗർ ഫ്രീ ആണ് എടുത്തിരിക്കുന്നത്. ആൻഡ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടുക, ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഹണി ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നിന്ന് പ്രസംഗിക്കാതെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഇതാണെന്നല്ലേ പറഞ്ഞത്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്ക് അവനിൽ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഇഡ്ലിയുടെ കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ മാവിന് വരേണ്ടത് കേട്ടോ, അത് പ്രത്യേകം എടുത്ത് പറയുന്നു. എന്നിട്ട് നമ്മളൊരു സ്റ്റീൽ കണ്ടെയ്നറിലാക്കിയിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തിട്ടാക്കിയിട്ട് സ്റ്റീം ചെയ്തെടുത്താലും കിഡുവാണ്, സൂപ്പറാണ്. സോ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ. വളരെ ഹെൽത്തിയാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയിട്ടേക്കുക, അവർക്ക് ഡെഫിനറ്റായിട്ടും ഇഷ്ടമാവും. സോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു, ലവ് യു, ബൈ.